എന്താ വിശേഷം? വിശേഷോ? ഞാൻ ഇവിടെ ഇറങ്ങി പോവാ. എങ്ങോട്ട് പോകുന്നു? എങ്ങോട്ടെങ്കിലും. അങ്ങനെ എങ്ങോട്ടെങ്കിലും പോകാൻ ഞാൻ സമ്മതിക്കില്ല. കൃത്യസ്ഥലം ഏതാണെന്ന് പറയണം. രജനിയുടെ അടുത്തേക്ക്, അല്ലെങ്കിൽ ചന്ദ്രമതിയുടെ വീട്ടിലേക്ക്. എന്തായാലും നന്ദനില്ലാത്ത ഈ വീട്ടിൽ നിൽക്കാൻ പറ്റില്ല. ചന്ദ്രമതിയുടെ വീട്ടിലേക്ക് പോകാനായിരുന്നെങ്കിൽ അവര് പോയപ്പോ പൊക്കൂടായിരുന്നോ? സിദ്ധു എന്നെ കളിയാക്കാണോ? കളിയാക്കിയൊന്നുമല്ല. എവിടെ വേണമെങ്കിലും പോവാം. നന്ദനില്ലാത്ത വീട്ടിൽ തനിക്ക് നിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഞാനും നിൽക്കുന്നില്ല. എല്ലാവർക്കും എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോവാം. ഒരു പ്രതിസന്ധി വരുമ്പോ എല്ലാരും ഒന്നിച്ചാ നിൽക്കേണ്ടത്, അല്ലാതെ ഇറങ്ങി പോവല്ല വേണ്ടത്. ഇത് ഞാൻ അങ്ങോട്ടാ പറയേണ്ടത്. പ്രതിസന്ധി വരുമ്പോ ഒരുമിച്ച് നിൽക്കണോന്ന്. ഇവിടെ നിങ്ങൾ എന്നെ ഒറ്റയ്ക്കാക്കി കളഞ്ഞു. തന്നെ ആരും ഒറ്റയ്ക്കാക്കിന്നാ പറയുന്നേ? സിദ്ധുവും ദേവിക്കൊക്കെ കൂടി. നന്ദന്റെ കാര്യത്തിൽ നിങ്ങൾ എന്തൊക്കെയോ മറച്ചു വെക്കുന്നുണ്ട്. ആദ്യമേ നിങ്ങൾ അവനെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം, ശിക്ഷ വാങ്ങിക്കൊടുക്കണമെന്നായിരുന്നല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത്. അവനെ എങ്ങനെ രക്ഷിക്കാന്നല്ല നിങ്ങൾ ചിന്തിച്ചത്. ഇപ്പൊ അവനെ കാണാതായപ്പോ നിങ്ങൾ മനസ്സുകൊണ്ട് സന്തോഷിക്കായിരിക്കും. പ്രഭ, രജനി വിളിച്ചപ്പോ പറഞ്ഞതും ഇത് തന്നെയാ. നിങ്ങൾക്ക് നന്ദനെ രക്ഷിക്കാൻ താല്പര്യമില്ലെന്ന് അങ്ങോട്ട് ചെല്ലാനും പറഞ്ഞു. എന്നാ പിന്നെ പൊക്കോ, മോളോടൊപ്പം ചെന്ന് താമസിക്കേ. അച്ഛാ, ഞാൻ ഈ വീട് വിട്ട് എങ്ങോട്ടും പോവില്ലെന്ന് സിദ്ധുവിന് നന്നായിട്ട് അറിയാം. ആ വിശ്വാസത്തിലല്ലേ എന്നോട് പൊയ്ക്കൊള്ളാൻ പറഞ്ഞത്. പോകുന്നെന്നും പോവില്ല എന്നും പറയുന്നത് താൻ തന്നെയാ. പിന്നെ ഞാനെന്താ പറയാ? സിദ്ധു, നന്ദൻ എവിടെ? അവൻ എന്താ പറ്റിയേ? പ്രഭ, ഹരിയേട്ടന്റെ ഒരു പ്ലാനിൽ കൃത്യമായ അന്വേഷണം നടത്തുന്നുണ്ട്. താനൊന്ന് സമാധാനിക്കും. ഹരിയേട്ടൻ നന്ദനെ കണ്ടെത്തും. അച്ഛാ, ദേ ഹരിയങ്ങൾ വിളിക്കുന്നു. അച്ഛനോട് സംസാരിക്കാനാ. നിക്ക്, ഒരിടത്തും പോണ്ട. സിദ്ധു ലൗഡ് സ്പീക്കറിലിട്, എനിക്ക് കേൾക്കണം. കട്ടായല്ലോ. ഇല്ല, ഇത് മനഃപൂർവ്വം കട്ടാക്കിയതാ. ഞാൻ കണ്ടു. ഇത് നിങ്ങൾ 3 പേരും കൂടി നടത്തുന്ന നാടകമാ. അതെ, നാടക. സിദ്ധു, അമ്മേ, ഇവിടെ ആരും ഒരു നാടകവും നടത്തുന്നില്ല. ദേവിക, നീ സംസാരിക്കണ്ട. ഋഷി, 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 ഋഷി. എന്താ ഇസബെല്ല, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അങ്ങനെ പ്രശ്നമൊന്നുമില്ല മാഡം, പേടിക്കണ്ട. ഋഷി, ഋഷി. എന്താ കെവിൻ, നിങ്ങൾ ഈ രാത്രി വീട്ടിലേക്ക് വന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? പറയാൻഡി. എന്താ കെവിൻ, എന്നോട് പറയാൻ പറ്റാത്ത എന്താ കാര്യമുള്ളത്? എന്താ കാര്യം തുറന്നു പറയ്. എന്താ ബല്ല? ഋഷി, ഫ്രണ്ട്ലി ആയിട്ട് സംസാരിച്ച് കാര്യങ്ങൾ തീരുമാനിക്കാനാ ഞങ്ങൾ വന്നത്. ഒരു ഇഷ്യൂയിലേക്ക് കൊണ്ടുപോകരുത്.
എന്താ ഇസബല്ല? മാഡം, കുറച്ചു നേരം ഒന്ന് അകത്ത് പോവാവോ? ഞങ്ങൾക്കൊന്ന് സംസാരിക്കാനാ. പേടിക്കണ്ട, വഴക്കൊന്നുമല്ല. എന്റെ വീട്ടിൽ എവിടെ നിൽക്കണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. കാര്യം പറ. എന്നാ കുടിക്കാൻ കോഫി എന്തെങ്കിലും ഉണ്ടാവോ? പ്ലീസ്. കാര്യം എന്തെന്ന് പറവല്ല. കാര്യം നീ ഊഹിച്ചു കാണുമല്ലോ. നന്ദന്റെ കാര്യം തന്നെയാ. അവൻ എവിടെയാ? ഋഷി പറോ, നന്ദൻ എവിടെയുള്ള? ബെല്ല, വാദിയെ പ്രതിയാക്കല്ലേ. ഋഷി, ഒരു തർക്കം വേണ്ട. നമുക്ക് നല്ല രീതിയിൽ സംസാരിക്കാം. ഋഷി പ്ലീസ്, അവനെ എവിടേക്കാ മാറ്റിയിരിക്കുന്നത്? ഞാനിത് അങ്ങോട്ട് ചോദിക്കുന്നതിന് മുൻപ് ഇങ്ങോട്ട് കയറി അടിച്ച് നൈസായിട്ട് പൊടിയും തട്ടി പോകാനുള്ള പരിപാടിയായിരിക്കും അല്ലേ? നിങ്ങളെ വിറ്റ കാശ് എൻ്റെ കയ്യിലുണ്ട്. ഫോൺ ചെയ്ത് എന്നോട് നന്ദനെ കാണാനില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴേ ഞാൻ കാര്യങ്ങൾ ഊഹിച്ചതാ. നീ പറഞ്ഞു ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കാനാ വന്നതെന്ന്. ആ രീതിയിൽ തന്നെയാണ് ഞാനും ഇടപെടുന്നത്. പറ, നന്ദൻ എവിടെ? ഋഷി, വെറുതെ ചൊറിയല്ലേ. നീ ഞങ്ങളെ വെട്ടിയത് ഞങ്ങൾക്ക് മനസ്സിലായി. നിനക്ക് വേണ്ടിയാ ഞങ്ങൾ നന്ദനെതിരെ നിന്നത്, അറിയാലോ. എടാ, ഈ ഒരു കേസ് ഉണ്ടാക്കിയതും നിന്നെ നന്ദൻ കൊന്നു എന്നുള്ള തിരക്കഥ ഉണ്ടാക്കിയതും ഒക്കെ നിനക്ക് വേണ്ടിയാ അല്ലേ? അതൊക്കെ എനിക്ക് വേണ്ടിയാ. പക്ഷെ അതിന് പുറകില് നിങ്ങൾക്കും എന്തൊക്കെയോ ആവശ്യങ്ങളുണ്ടായിരുന്നു. ഇട, എന്താവശ്യം? ഞങ്ങൾക്ക് നന്ദനെ കൊണ്ട് പ്രത്യേകിച്ച് എന്താവശ്യം? പറയടാ, ഇട പറയാൻ. ഒന്ന് നിർത്തുന്നുണ്ടോ? കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കി അവസാനം പെടുന്നായപ്പോ ഇപ്പൊ തമ്മിൽ തല്ലുന്നോ? നീയാണ് ഞാനാണെന്നൊക്കെ പറഞ്ഞ് ഞാനൊരു 1000 വട്ടം മുന്നറിയിപ്പ് തന്നതാ. എല്ലാം തുറന്ന് പറഞ്ഞ് എല്ലാം അവസാനിപ്പിക്കാൻ. പ്രതികാരവും പകയും പറഞ്ഞ് ജീവിതം ഇല്ലാണ്ടാക്കണ്ടെന്ന്. ഇവനോട് മാത്രല്ല, കെവിനോടും ഇസബെല്ലയോടും പറഞ്ഞിട്ടുണ്ട്. ആരും കേട്ടില്ല. അവസാനം ഇപ്പോ പരസ്പരം പോരടിച്ച് തീരാൻ പോകുന്നു. നിങ്ങളാണ് കാര്യങ്ങൾ ഇതുവരെ എത്തിച്ചത്. അതുകൊണ്ട് നിങ്ങൾ തന്നെ വേണം ഇത് പൂർത്തിയാക്കാൻ. നന്ദനെ കാണാതായതിന്റെ പിന്നില് നിങ്ങൾ 2 കൂട്ടരുമല്ലെങ്കിൽ പിന്നെ ആര് എന്ന് ചിന്തിക്കണം. അതാ വേണ്ടത്. അമ്മയ്ക്ക് കുടിക്കാൻ എന്തെങ്കിലും വേണോ? ഞാനൊരു കാപ്പി എടുക്കട്ടെ? എനിക്ക് ആരുടെ സഹായം വേണ്ട. എനിക്ക് എന്റെ മോനെയാ വേണ്ടത്. അവനെ കൊണ്ട് തരാൻ പറ്റുമോ? എന്താ പറ്റുമോ? എന്റെ മോനെ തരാൻ പറ്റുമോ? ഇല്ലമ്മേ, തൽക്കാലം എനിക്കത് പറ്റില്ല. നിക്കവിടെ. ഞാൻ നേരത്തെ പറഞ്ഞത് നിനക്ക് വിഷമമായല്ലേ? വിഷമാണോ അതോ ദേഷ്യമാണോ? അമ്മ എന്തൊക്കെയാ പറയുന്നേ? അമ്മയുടെ അവസ്ഥ എനിക്കറിയാം.
ഞാൻ എന്നോടുള്ള ദേഷ്യം നീ നന്ദനോട് തീർക്കരുത്. എന്താ? ഞാൻ പറഞ്ഞതിന്റെയൊക്കെ വാശിക്ക് നന്ദന്റെ കാര്യത്തിലെ ഉപേക്ഷ കാണിക്കരുത്. അമ്മേ, അമ്മ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയരുത്. ഒന്നാമത് അമ്മ പറഞ്ഞതിൽ എനിക്ക് ദേഷ്യമൊന്നും വന്നിട്ടില്ല. അമ്മയുടെ മാനസികാവസ്ഥ എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ഇനി അഥവാ അമ്മ സീരിയസ് ആയിട്ട് തന്നെയാ എന്നോട് ദേഷ്യപ്പെട്ടതെന്ന് തന്നെ ഇരിക്കട്ടെ, അപ്പോഴും ഞാൻ പരിഭവം കാണിക്കില്ല. കാരണം അമ്മ എനിക്ക് സ്വന്തം അമ്മ തന്നെയാ. ഞാനിനി എത്ര പറഞ്ഞാലും അമ്മയുടെ ഉള്ളിലെ സംശയം മാറില്ല. അത് മാറാൻ ഒറ്റ വഴിയേ ഉള്ളൂ. നന്ദുവിനെ അമ്മയുടെ മുമ്പിൽ കൊണ്ടുവരിക. അമ്മേ, നന്ദുവിനൊന്നും സംഭവിക്കാതെ ഞാൻ അമ്മയുടെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തും. അതേ എനിക്ക് പറയാനുള്ളൂ. തൻ്റെ വിഷമം എനിക്കും ദേവിക്കൊക്കെ അറിയാം. വെറുതെ ഓരോന്ന് പറഞ്ഞ് അവളെ വിഷമിപ്പിക്കാൻ നിൽക്കണ്ട. എന്റെ വിഷമം പിന്നെ ആരോട് പറയണം? തന്നെക്കാൾ വലിയ വിഷമത്തിലല്ലേ ദേവിക. നമ്മുടെ മകന്റെ ഭാര്യ അവള്. പിണങ്ങി ഇറങ്ങി പോയിട്ട് ദേവിക തിരിച്ചു വന്ന് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചതും ഇടപെടുന്നതും നമ്മളോടുള്ള സ്നേഹം കൊണ്ടാ. പഴയതുപോലെ മരുമകളെ പോലെ അവളോട് പെരുമാറരുത്. നന്ദനെ കണ്ടെത്തി കൊണ്ടുവരുമെന്ന് അവൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വിശ്വസിക്കും. ഇസബെല്ല, നന്ദനെ കാണാതായത് നിങ്ങളെ എല്ലാവരെയും ഒരുപോലെ ബാധിക്കുന്ന കാര്യമാണ്. വളരെ ജാഗ്രതയോടെ മുന്നോട്ട് പോണം. ആവശ്യമില്ലാത്ത ബഹളവും അന്വേഷണമൊന്നും വേണ്ട. അന്ന് ജഡ്ജി ഹരി കാര്യങ്ങൾ അന്വേഷിക്കാൻ ഇവിടെ വന്നത് മുതൽ ഈ കേസ് മറ്റേതൊക്കെയോ രീതിയിലേക്ക് മാറിയിരിക്കുക. അയാൾ വന്ന് കുറെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ തന്നെ എന്റെ മനസ്സ് പറഞ്ഞു അയാളെ സൂക്ഷിക്കണമെന്ന്. അയാളൊരു നിസ്സാരക്കാരനല്ല, സൂക്ഷിക്കണം. അയാൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെന്നാണോ മാഡം പറയുന്നത്? ഉണ്ടെന്നല്ല, ഉണ്ടാവാം. ഒരു ഹൈക്കോടതി ജഡ്ജിയല്ല, ഒരു പോലീസ് ഓഫീസറാണ് മുമ്പിൽ ഇരിക്കുന്നതെന്ന് പോലും എനിക്ക് തോന്നിപ്പോയി. ഓരോ ചോദ്യത്തിനും ഓരോ മൊനയുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം ഒരിക്കലും നിയമം വിട്ട് കളിക്കില്ല ആൻറ്റി. പിന്നീടൊരു അന്വേഷണം വന്നാൽ പുള്ളി അത് വല്ലാതെ ബാധിക്കും. ഋഷി, മാഡം പറഞ്ഞത് നേരാ. നമ്മൾ തമ്മിൽ വെറുതെ തർക്കിച്ചിട്ട് ഒരു കാര്യമില്ല. ബെല്ല, നീ ഒന്ന് വിശ്വസിക്കുക. ഞാൻ സത്യം ചെയ്തു പറയാം. നന്ദന്റെ ഇപ്പോഴത്തെ മിസ്സിങ് ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാൻ പറയുന്നത് നിനക്കും വിശ്വസിക്കാം. ഇതിനെക്കുറിച്ചൊന്നും എനിക്കും അറിയില്ല.
സോറി മാഡം. നന്ദനെ കാണാത്തതിന്റെ ദേഷ്യത്തില് ഞാൻ എന്തൊക്കെയോ പറഞ്ഞു. ഐ എം റിയലി സോറി. ഏയ്, അതൊന്നും സാരമില്ല. ഏതൊരുത്തനെ പെട്ടെന്ന് കാണാതായതല്ലോ. എന്റെ മകനെ കൊന്നു എന്ന് വിശ്വസിച്ച് നടക്കുന്ന ഒരു കൊലപാതകിയാണ് നന്ദൻ. അവൻ എന്തെങ്കിലും സംഭവിച്ചാ അതിനുത്തരവാദിത്വം നിങ്ങൾ 3 പേർക്കും തന്നെയാ. ഒരു പക്ഷേ ഒരു കൊലപാതക കേസില് നിങ്ങൾ 3 പേരും പെട്ടുപോകും. അയ്യോ ഇല്ല മാഡം, നന്ദൻ അങ്ങനൊന്നും സംഭവിക്കില്ല. സംഭവിക്കാൻ പാടില്ല. ശരി, നന്ദൻ എവിടെയാണുള്ളതെന്ന് കൃത്യമായിട്ട് കണ്ടുപിടിക്കാന്നുള്ളതാണ് അടുത്ത കാര്യം. അവൻ ആരുടെ കസ്റ്റഡിയിലാണെന്ന് വ്യക്തമായിട്ട് അറിയണം. രജനി, അമ്മ എത്ര നേരമായി വിളിക്കുന്നു? വാ, വന്ന് കഞ്ഞി കുടിക്കേ. ഗിരി, ഞാൻ പറഞ്ഞില്ലേ എനിക്ക് വേണ്ട. എന്നുവെച്ചാ പട്ടിണി കിടക്കാനോ? എന്റെ കൂടപ്പിറപ്പിനെ കാണാതായിരിക്കുന്നെ. അവൻ എവിടെയാ എന്താ ഒന്നും അറിയില്ല. ആ സാഹചര്യത്തിൽ എനിക്ക് എങ്ങനെ ആഹാരം ഇറങ്ങും ഗിരി? അങ്ങനെയൊക്കെ ന്യായങ്ങൾ ചോദിച്ചാ എനിക്ക് മറുപടി ഇല്ല. ശരി, നീ കഴിക്കണ്ട. നിന്റെ ഉള്ളിലൊരാളുണ്ടല്ലോ, എന്റെയും കൂടെ കുഞ്ഞ്. അതിന് ഭക്ഷണം വേണം. വന്ന് കഴിച്ചേ. വന്നേ, വാ. ഇത് ബ്ലാക്ക്മെയിൽ ചെയ്യും പോലാണ് ഗിരി. എന്റെ ഉള്ളിലെ കുഞ്ഞിന് ആഹാരം കൊടുക്കാൻ അമ്മയാകും പോകുന്ന എനിക്കറിയാം. ഗിരി വിഷയം മാറ്റാണ്. ഞാൻ ഒരു വിഷയവും മാറ്റുന്നില്ല. ആഹാരം കഴിക്കാൻ പറ്റുമോ ഇല്ലേ അത് പറ. എനിക്ക് വേണ്ട ഗിരി, പ്ലീസ്. എന്നെ മാനസികമായിട്ട് പീഡിപ്പിക്കാതെ. വേണ്ട അല്ലേ? ശരി, വേണ്ടെങ്കി വേണ്ട. നീ കഴിക്കുന്നില്ലെങ്കിൽ ഞാനും കഴിക്കുന്നില്ല. ചെന്ന അമ്മയോട് പറഞ്ഞേക്ക് വാതിലടച്ച് കിടക്കാൻ. അത് ശരി, എന്നെ തോൽപ്പിക്കാൻ വേണ്ടി ഓരോന്ന് പറയാണല്ലേ? ഞാൻ ആഹാരം കഴിക്കാതിരിക്കുന്ന എങ്ങനെ നിന്നെ തോൽപ്പിക്കലാവും? എനിക്ക് ഭക്ഷണം വേണ്ട, അത്ര തന്നെ. അതെ, നിന്റെ സഹോദരൻ എന്ന് വെച്ചാ എന്റെ ഒരേ ഒരു അളിയനാ. അവൻ എനിക്കും പ്രിയപ്പെട്ടവനാ. ഞാനും കഴിക്കുന്നില്ല. എന്തിനാ ഗിരി ഇങ്ങനെ പരീക്ഷിക്കുന്നത്? രജനി, വിഷമിച്ച് ആഹാരം കഴിക്കാതിരുന്ന ഓരോരോ അസുഖങ്ങൾ വരുത്തി വെക്കാന്നല്ലാതെ സങ്കടം മാറൊന്നുമില്ല. രജനി, നിന്റെ ദുഃഖമൊക്കെ എനിക്കറിയാം. നിന്റെ സഹോദര സ്നേഹത്തിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ ആഹാരം ഉപേക്ഷിച്ച് നീ നിന്നെ തന്നെ കഷ്ടപ്പെടുത്തല്ലേ? നോക്ക്, നന്ദനൊന്നും സംഭവിക്കില്ല. അവൻ തിരിച്ചു വരും. വന്ന് കഞ്ഞി കുടിച്ചേ പ്ലീസ്. അതെ, ഇതിൽ കൂടുതലൊന്നും പറയാൻ എനിക്കറിയില്ല. എനിക്ക് പട്ടിണി കിടക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഗിരി, ഗിരി, വാ കഴിക്കാം. നടക്ക്. നടക്കടോ.
ഞാൻ അവനെ കൊല്ലും. എവിടെയോ രക്ഷപ്പെട്ട് മറിഞ്ഞിരിക്കുക. ഞാൻ അവനെ കണ്ടുപിടിക്കും. തീർക്കും ഞാൻ അവനെ. ഋഷി, എന്താ എന്താ വേണ്ടത്? നീ ഇങ്ങനെ ഇവിടെ കിടന്ന് ബഹളം വെച്ചിട്ട് എന്താടാ കാര്യം? അമ്മ പറയട്ടെ. അമ്മ ഒന്നും പറയണ്ട. ഞാൻ ജീവിക്കുന്നതിന് അവന്റെ അവസാനം കാണാൻ വേണ്ടിയാ. അത് ഞാൻ നടത്തിയിരിക്കും. മോനെ, നന്ദൻ എവിടെയെങ്കിലും പോയിട്ട് ജീവിക്കട്ടെ. ഇല്ല, അവൻ ജീവിക്കണ്ട. അവൻ എവിടെ പോയി ജീവിച്ചാലും തീർക്കും ഞാൻ. എടാ, നീ നിന്റെ കാര്യം ചിന്തിക്ക്. നന്ദൻ ഉപദ്രവിച്ച നിനക്ക് എന്ത് കിട്ടാനാ? ഉപദ്രവിക്കല്ല, കൊല്ലാനാ പോന്നേ. കൊന്നിട്ട് നീ ജയിലിൽ പോവോ? അപ്പൊ ഈ അമ്മയോ? എന്റെ മനസ്സ് മാറ്റാൻ നോക്കണ്ട. എന്നെ തോൽപ്പിച്ചെന്നായിരിക്കും അവൻ കരുതിയിരിക്കുന്നേ. ഈ ഋഷി ആരാണെന്ന് അവൻ അറിയാൻ പോകുന്നേ ഉള്ളൂ. വിടില്ല ഞാൻ അവനെ. അവനെ ഞാൻ വെറുതെ വിടില്ല. ഞാൻ അവനെ കണ്ടുപിടിക്കുകയും ചെയ്യും, കൊല്ലുകയും ചെയ്യും. കൊല്ലും ഞാൻ അവനെ. എവിടെയാടാ ഋഷി? സത്യം പറടാ. നിങ്ങൾ എന്നെ ഇവിടെ പറയില്ലല്ലേ? ഋഷി എവിടെയാണെന്ന് എനിക്ക് അറിയില്ല. അറിയില്ലല്ലേ? നീ ഋഷിയെ കൊന്നുവല്ലടാ. എല്ലാ വിവരങ്ങളും ഞങ്ങൾ അറിഞ്ഞടാ. ഞങ്ങളുടെ കൂട്ടുകാരന്റെ മരണത്തിന് പകരം ചെയ്യാനാണ് ഞങ്ങൾ വന്നത്. എന്നെ ഒന്നും ചെയ്യല്ലേ. നിന്നെ ഒന്നും ചെയ്യരുതല്ലേ. നിന്നെ തീർക്കാനാടാ പോകുന്നത്.